ഒരു പുഴുക്കാണ് കേട്ടോ വെക്കാൻ പോണത്. ചെറുപയർ ഇട്ടിട്ടാണ് വെക്കുന്നത്. നമുക്ക് ഈ ചെറുപയറിന് ഈ പാത്രത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറച്ച് തോന്നിരുന്നോട്ടെ. നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി ഇത് വേവട്ടെ. വെന്തതിന് ശേഷം നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്കിനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതായിരുന്നു. ഇനി കഷ്ണത്തിൻ്റെ കൂടെ കുറച്ചും കൂടി വേവും. മത്തനുണ്ട്, പിന്നെ പപ്പായ ഉണ്ട്, പിന്നെ ചേമ്പിൻ്റെ വിത്ത്. ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കാണ്ട്. അതിപ്പോൾ തന്നെ ഇടണ്ട, അപ്പോൾ വെന്തധികമാവുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. അടച്ച് വയ്ക്കാം നമുക്ക്. ഇനി ഇത് ആവട്ടെ. നമുക്ക് തേങ്ങ അരയ്ക്കാനുണ്ട്. നമുക്കിനി ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കാം. ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഉണ്ട് അതിൽ, അതുകൊണ്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കണ്ട. നമുക്കിത് അടച്ച് വയ്ക്കാം. നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാം. അരിമുളക് ഇടണം, ജീരകം ഇടണം. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് തേങ്ങയുടെ കൂടെ അരച്ച് കാരണം ഇതൊന്ന് ആവാനുണ്ട്. മുളക് ഈ കഷ്ണങ്ങൾക്കൊക്കെ ഒന്ന് പിടിക്കണ്ടേ. ഇതായിരുന്നു. നമുക്കിനി ഇത് വറുത്തിടണം. വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. നമുക്ക് വറുത്തിടാം. നമുക്കിനി ഇത് ഓഫാക്കാം. നമ്മൾ കൂട്ടാലേക്ക് ഒഴിച്ച് കൊടുത്തോണ്ട് ഇങ്ങനെ ഇളക്കി നോക്കാം. കറിവേപ്പിൻ്റെ ഇല ഇല്ല, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. നമുക്കിതൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കാം. നമ്മൾ പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരു തേങ്ങ അരച്ചിട്ടുള്ളൂ. എനിക്ക് കുറച്ച് വെള്ളത്തിൽ വെക്കണതാണ് ഇഷ്ടം. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ കുറുക്കും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.